വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുൻ മന്ത്രിയും സിപിഎമ്മിന്റെ മുതിർന്ന നേതാവുമായ ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുമോ എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ഇടക്കാലത്ത് വിശ്രമത്തിലായിരുന്ന സുധാകരൻ ഇപ്പോൾ വീണ്ടും സജീവമായതോടെ വിവാദങ്ങളിലും ഇടം നേടിയിരിക്കുകയാണ്. കോൺഗ്രസ് വേദിയിൽ പങ്കെടുത്തതാണ് വിവാദത്തിന് കാരണമായിട്ടുള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്നു സുധാകരൻ. പല വേദികളിലും പരോക്ഷമായി സർക്കാരിനെയും പാർട്ടിയെയും അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. സുധാകരന്റെ പല പ്രതികരണങ്ങളും പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട് പലതവണ. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ സുധാകരൻ പല വിഷയങ്ങളിലും തന്റെ നിലപാടുകൾ തുറന്നു പറയുകയാണുള്ളത്. കഴിഞ്ഞ ദിവസം പെൻഷൻ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെയും സുധാകരൻ തുറന്നടിച്ചിരുന്നു. അമ്പലപ്പുഴ ഏരിയ സമ്മേളനം തന്റെ വീടിന് തൊട്ടരികിൽ നടന്നിട്ടും ക്ഷണിക്കാതിരുന്ന പാർട്ടി നേതൃത്വത്തോട് സുധാകരൻ ഇപ്പോഴും കടുത്ത അതൃപ്തിയാണുള്ളത്. VS സർക്കാരിന്റെ കാലത്തും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും മികച്ച മന്ത്രിയെന്ന് പ്രതിപക്ഷം പോലും അംഗീകരിച്ച സുധാകരനെയും മറ്റു ചിലരെയും പിണറായി വിജയൻ ഒഴിവാക്കുകയായിരുന്നു. ഈ സമ്മേളന കാലയളവിൽ എല്ലാ നേതാക്കൾക്കും പ്രായപരിധി ഏർപ്പെടുത്തിയപ്പോഴും പിണറായി വിജയന് ഇത് ബാധകമാക്കിയില്ല. ഇതിലും സുധാകരന് എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് വേദിയിൽ സുധാകരൻ പങ്കെടുത്തത്. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യമാണ് മണ്ഡലത്തിലെ വോട്ടർമാർ ചോദിക്കുന്നത്. അതിനിടെ കോൺഗ്രസ് സ്വതന്ത്രനായി സുധാകരൻ മത്സരിക്കുമെന്ന പ്രചരണവും ഉയർന്നിട്ടുണ്ട്. 3 തവണ തുടർച്ചയായി അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്നും മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച സുധാകരൻ ഇത്തവണ അംഗത്തിന് ഇറങ്ങിയാൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് സുധാകരനെ അനുകൂലിക്കുന്ന വോട്ടർമാർ പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെയും പാർട്ടിയുടെയും പല നിലപാടുകളിലും അസംതൃപ്തരായ CPM പ്രവർത്തകരുടെ അടക്കം വോട്ട് സുധാകരന് ലഭിക്കുമെന്നുള്ള കണക്കുകൂട്ടലുമുണ്ട്. 3 മുന്നണിയിലും സ്ഥാനാർത്ഥി ചർച്ച ആരംഭിച്ചിട്ടില്ലെങ്കിലും സുധാകരന്റെ നിലപാടിനായി കാത്തിരിക്കുകയാണ് 3 മുന്നണികളും. സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ എത്തിയാൽ പിന്തുണ കൊടുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം.